بسم الله الرحمن الرحيم. الحمد لله الذي أنزل الكتاب والنبي أرسل وتفضل علينا بخير وأفضل مرسل، والصلاة والسلام على نبينا محمد الذي محياه بالنشاط والحيوية مسلسل، والذي علمنا الاستعاذة من العجز والكسل، وعلى آله وصحبه الذين كانت كلماتهم أحلى من العسل. أما بعد. അല്ലാഹുവിന്റെ അനുഗ്രഹത്താൽ ഒരു പുതുവർഷ പുലരിയിലാണ് ഞാനും നിങ്ങളും നിലകൊള്ളുന്നത്. ഈ നവവത്സരത്തിൽ നമ്മുടെ ജീവിതത്തെയും സമൂലമായ ഒരു നവീകരണത്തിന് നാം വിധേയമാക്കേണ്ടതുണ്ട്. അതിൻ്റെ ഭാഗമായി നാം ആദ്യം പൊരുതേണ്ടത് നമ്മുടെ മടിയോടാണ്, അലസതയോടാണ്. ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അവൻ തൻ്റെ മുഖ്യ ശത്രുവായിട്ട് കണക്കാക്കേണ്ടത് അലസതയാണ്. നമുക്കറിയാം, അലസത ബാധിച്ചു കഴിഞ്ഞാൽ ചെയ്യേണ്ടതൊന്നും ചെയ്യേണ്ട സന്ദർഭങ്ങളിൽ ചെയ്യാതെ വരും. നമ്മുടെ ജോലികളെ നമ്മൾ പിന്നീടാകാം എന്ന ചിന്തയിൽ മാറ്റിവെച്ചുകൊണ്ടേയിരിക്കും. ഒടുവിൽ എല്ലാം കൂടെ കുമിഞ്ഞുകൂടി എങ്ങനെയെങ്കിലും ചെയ്തു തീർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. മടിയൻ മല ചുമക്കുമെന്ന ആ ചൊല്ല് പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതാനുഭവമായി മാറുകയാണ്. മാത്രവുമല്ല, നമ്മൾ ആലോചിക്കേണ്ടത് പലപ്പോഴും നമ്മളിൽ പലരും പകൽ മുഴുവൻ ക്ലാസ്സുകളിൽ കഴിഞ്ഞുകൂടുന്നത് പഠനത്തോട് വേണ്ട വിധം താല്പര്യമില്ലാതെ ഒരു അനിവാര്യതയുടെ ഭാഗമായിട്ടാണ്. തുടർന്ന് വീണ്ടും ഹൽക്കയിലേക്കെത്തി അപ്പോഴും പഠനത്തിൽ ശ്രദ്ധ കാണിക്കാതെ സംസാരിച്ചും മറ്റു പല കാര്യങ്ങളിലുമായി സമയം തള്ളി നിൽക്കുകയാണ്. ഈ രൂപത്തിൽ നാം കഴിഞ്ഞുകൂടുന്നത് ഒന്നോ രണ്ടോ ദിവസങ്ങളല്ല, ഒന്നോ രണ്ടോ മാസങ്ങളല്ല, 5, 6, 7 വർഷങ്ങളാണ് നമ്മൾ മടി, അലസത ശീലിക്കുന്നത്. സ്വാഭാവികമായും ഇത്ര സുദീർഘമായ കാലം നമ്മൾ പതിവാക്കിയ ഒരു കാര്യം അത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറും, അത് നമ്മുടെ പ്രകൃതമായി മാറും. പിന്നീട് നമ്മൾ കർമ്മരംഗത്തേക്ക് ഇറങ്ങുമ്പോൾ ഒന്നിനോടും താല്പര്യമില്ലാത്ത ഒരു സ്വഭാവമായിരിക്കും നമ്മുടേത്. അല്പമെങ്കിലും പ്രയാസമുള്ള, റിസ്ക്കുള്ള എല്ലാ ജോലികളോടും നമുക്ക് പേടിയായിരിക്കും. ഒന്നും ഏറ്റെടുക്കാനുള്ള ധൈര്യമുണ്ടാകുകയില്ല. കാരണം നമ്മുടെ കഴിവുകൾ നാം ഉപയോഗപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ കഴിവുകൾ, നമ്മുടെ ശേഷികൾ മുരടിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ടല്ലോ, ഇന്നി റഅയ്തു വഖൂഫൽ മാഇ യുഫ്സിദുഹു ഇൻ സാഹ ത്വാബ വഇൻ ലം യജ്രി ലം യത്ബി. ജലം കെട്ടി നിൽക്കുമ്പോൾ അത് ദുഷിക്കുന്നതായിട്ടാണ് എനിക്ക് കാണാൻ കഴിയുന്നത്. നേരെ മറിച്ച് അത് ഒഴുകുകയാണെങ്കിൽ, സഞ്ചരിക്കുകയാണെങ്കിൽ അത് ശുദ്ധമായി തെളിഞ്ഞതായി നിലനിൽക്കുന്നത് എനിക്ക് കാണാൻ കഴിയുന്നു. ഈ രൂപത്തിൽ നാം നമ്മുടെ കഴിവുകൾ ഉപയോഗപ്പെടുത്താത്തതിൻ്റെ പേരിൽ ആ കഴിവുകൾ ശോഷിച്ചു പോകും. എന്ന് മാത്രമല്ല, നമ്മുടെ ശരീരത്തിൻ്റെ അസ്ഥികൾക്ക് പോലും ബലക്ഷയമുണ്ടാകും, പേശികൾക്ക് അയവ് സംഭവിക്കും എന്നൊക്കെ വൈദ്യശാസ്ത്ര വിദഗ്ധർ പറയുന്നതായി നമുക്ക് കാണാൻ കഴിയും. ഇമാം സ്വലാഹുദ്ദീൻ അസ്സഫദി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ വളരെ പ്രസിദ്ധമായ ഒരു വരിയുണ്ട്.
الجد بالجد والحرمان في الكسل فانصب تصب عن قريب غاية الأمل. അധ്വാനത്തിന്റെ കൂടെയാണ് ഭാഗ്യമുണ്ടാവുക. അലസതയുടെ കൂടെ എപ്പോഴും നഷ്ടങ്ങളാണ് ഉണ്ടാവുക. അലസതയുടെ പേരിൽ എത്രയോ വലിയ അവസരങ്ങളാണ് നമുക്ക് പാഴാകാറുള്ളത്. പിന്നീട് ഒരിക്കലും തിരിച്ചു കിട്ടാത്ത വിധം നമുക്ക് നഷ്ടമാകാറുണ്ട്. പിന്നീട് നമ്മൾ ഖേദിക്കും, അന്നങ്ങനെ ചെയ്താൽ മതിയായിരുന്നു. അലസത ഒരുപാട് നഷ്ടങ്ങളാണ്, നാശങ്ങളാണ് നമുക്ക് വരുത്തി വെക്കുക. അതുകൊണ്ട് നീ അധ്വാനിക്കണം എങ്കിൽ അധികം താമസിയാതെ തന്നെ നിനക്ക് നിന്റെ പ്രതീക്ഷകൾ, നിന്റെ താല്പര്യങ്ങൾ നിനക്ക് നേടിയെടുക്കാൻ കഴിയും എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇമാം റാഗിബ് അസ്ഫഹാനി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ അദ്ദരിയ എന്ന കിതാബിൽ പറയുന്നുണ്ട്, മൻ തഅത്തല വതബത്തല ഇൻസലഖ മിനൽ ഇൻസാനിയതി ബൽ മിനൽ ഹയവാനിയതി വസാറ മിൻ ജിൻസിൽ മൗത. ആര് തൊഴിൽ രഹിതനായി ബോധപൂർവം താല്പര്യപ്രകാരം തൊഴിൽ രാഹിത്യം തിരഞ്ഞെടുക്കുന്നു, ഒന്നും ചെയ്യുന്നില്ല, വെറുതെ ഇരിക്കുന്നു, നിഷ്ക്രിയനായി കഴിഞ്ഞുകൂടുന്നു, അങ്ങനെയാണെങ്കിൽ അവനിൽ നിന്ന് മനുഷ്യത്വം ഇല്ലാതാകും. എന്ന് മാത്രമല്ല, ഒരു ജീവിയായി പോലും അവനെ കണക്കാക്കാൻ കഴിയില്ല. ഒരു ജീവച്ഛവമായി, അവനെ കൊണ്ടൊരു ഗുണവുമില്ലാതെ മറ്റു പലർക്കും ഭാരമായി അവൻ മാറും എന്ന് അദ്ദേഹം പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. അവിടെയാണ് പരിശുദ്ധ ഇസ്ലാം മടിയുടെ കാര്യത്തിൽ, അലസതയുടെ കാര്യത്തിൽ കാണിച്ച കാർക്കശ്യം, അവയോട് സ്വീകരിച്ച കടുത്ത സമീപനം പ്രസക്തമാകുന്നത്. നമുക്കറിയാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വളരെ പ്രസിദ്ധമായ ദുആയാണ് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ വഅഊദു ബിക മിനൽ അജ്സി വൽ കസൽ വഅഊദു ബിക മിനൽ ജുബ്നി വൽ ബുഖൽ വഅഊദു ബിക മിൻ ഗലബത്തി ദൈനി വഖഹ്രി റിജാൽ. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മടിയിൽ നിന്ന്, അലസതയിൽ നിന്ന് പ്രത്യേകം കാവൽ ചോദിക്കുകയാണ്. ഈ ദുആയിൽ തങ്ങൾ ചേർത്ത് പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ്? ടെൻഷനുകൾ, അനാവശ്യമായ ആശങ്കകൾ, പിശുക്ക്, ഭീരുത്വം, കടങ്ങളുടെ ആധിക്യം, ശത്രുക്കളുടെ ആധിപത്യം തുടങ്ങിയ ഗൗരവമേറിയ ഗുരുതരമായ കാര്യങ്ങളോടാണ് മടിയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചേർത്ത് പറഞ്ഞത് എന്ന് മനസ്സിലാക്കുമ്പോൾ അത് എത്രത്തോളം ഗൗരവമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്ന് മാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിത്യേന മടിയിൽ നിന്ന് കാവൽ ചോദിക്കാറുണ്ടായിരുന്നു എന്ന് മുസ്ലിമിൽ ഒരു ഹദീസിൽ കാണാൻ കഴിയും. അംസൈന വ അംസൽ മുൽക്കുലില്ല എന്ന് തുടങ്ങുന്ന ആ ദുആയിൽ മുസ്ലിമിന്റെ ലഫ്ലിൽ അവസാനം വഅഊദു ബിക മിനൽ കസലി വസൂഇൽ കിബർ എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്യുന്നത് നമുക്ക് കാണാം. മാത്രവുമല്ല, തങ്ങൾക്ക് മടിയുമായി ബന്ധപ്പെടുന്ന, മടിക്ക് കാരണമാകുന്ന അല്ലെങ്കിൽ മടിയുടെ ലക്ഷണമാകുന്ന എന്തിനോടും തങ്ങൾക്ക് വെറുപ്പായിരുന്നു. വയക്റഹു തസാഉബ്, കോട്ടുവായിടുന്നത് പോലും തങ്ങൾക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല. കാരണം കോട്ടുവായിടുക എന്നുള്ളത് അത് അലസതയുടെ ലക്ഷണമാണ്, മടിയുടെ ലക്ഷണമാണ്. തങ്ങൾക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അതിനോടും വെറുപ്പായിരുന്നു. പരിശുദ്ധ ഖുർആനിൽ 2 സ്ഥലങ്ങളിലാണ് കസൽ എന്ന പദപ്രയോഗം നമുക്ക് കാണാൻ കഴിയുക. ആ 2 സ്ഥലങ്ങളിലും കസലിനെ വിശേഷിപ്പിക്കുന്നത് അല്ലെങ്കിൽ അതിനെ ചേർത്ത് പറയുന്നത് മുനാഫിഖീങ്ങളോടാണ്. കപടവിശ്വാസികളുടെ ദുർഗുണമായിട്ടാണ് മടിയെ, അലസതയെ പരിശുദ്ധ ഖുർആൻ ചിത്രീകരിക്കുന്നത്. വഇദാ ഖാമു ഇല സ്വലാത്തി ഖാമു കുസാല ലാ യഅ്തൂന സ്വലാത ഇല്ലാ വഹും കുസാല. 2 സ്ഥലങ്ങളിലും മുനാഫിഖീങ്ങളെ കുറിച്ച്. വേറെ സ്ഥലത്ത് കാണാം വ ഇന്ന മിൻകും ലമൻ യുബത്തിഅന്ന, എന്തിനും തുനിയാതെ പുറകോട്ട് മാറി നിൽക്കുക, പിന്നോക്കം നിൽക്കുക, അങ്ങനത്തെ ചില ആളുകൾ നിങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടാകുമെന്ന് പറഞ്ഞു. അവിടെയും കപടവിശ്വാസികളെയാണ് പരാമർശിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു മുഅ്മിൻ ഒരിക്കലും ചേർന്നതല്ല മടി, അലസത എന്നാണ് പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഒരു വചനമുണ്ട്, ഇന്നി ലഅക്റഹു അൻ അറ റജുല സബഹ്ലലൻ ലാ ഫി അമലി ദുനിയൻ വലാ ഫി അമലി ആഖിറ. ഒരു വ്യക്തി വെറുതെ ഇങ്ങനെ ഇരിക്കുന്നത്, നിഷ്ക്രിയനായി ഇരിക്കുന്നത് എനിക്ക് വെറുപ്പാണ്.
ആഖിറവുമായി ബന്ധപ്പെട്ട ആഖിറത്തിൽ ഉപകാരപ്പെടുന്ന കർമ്മങ്ങളിലും അവൻ വ്യാപൃതനാകുന്നില്ല. എന്നാൽ ദുന്യവിയായ നേട്ടങ്ങൾ ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങളിലും അവൻ മുഴുകുന്നില്ല. അതെനിക്ക് വെറുപ്പാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നും സമാനമായ വചനം ഉദ്ധരിക്കപ്പെടുന്നു. അദ്ദേഹം കുറച്ചുകൂടെ കടുപ്പത്തിലാണ് പറയുന്നത്, ഇന്നി ലഅംഖുതു റജുല അറാഹു ഫാരിഗൻ. വെറുതെ ഇരിക്കുന്നത് കാണുന്ന എനിക്ക് ഭയങ്കര ദേഷ്യമാണ്, ഭയങ്കര വെറുപ്പാണ്. എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം, ഉഖ്റവിയായ കാര്യങ്ങൾ. ഇനി അതുമല്ലെങ്കിൽ ഭൗതികമായിട്ടെങ്കിലും നേട്ടമുണ്ടാകുന്ന കാര്യങ്ങളിൽ വ്യാപൃതനാകണമെന്നാണ് മഹാന്മാരായ സഹാബാക്കൾ നമ്മെ പഠിപ്പിക്കുന്നത്. ഫഇദാ ഫറഗ്ത ഫൻസബ്. നീ ഒരു കാര്യത്തിൽ നിന്ന് വിരമിച്ചു കഴിഞ്ഞാൽ വെറുതെ ഇരിക്കാതെ ഉടനെ അടുത്ത കാര്യത്തിലേക്ക് കടക്കുക. ഇബാദത്തുകളിൽ നിന്ന് വിരമിച്ചു കഴിഞ്ഞാൽ, പകലിലെ ഇബാദത്തുകളിൽ നിന്ന് വിരമിച്ചു കഴിഞ്ഞാൽ രാത്രിയിലെ ഇബാദത്തുകളിലേക്ക്, പകലിലെ ഭൗതികമായ ജോലി തിരക്കുകളിൽ നിന്ന് നീ ഒഴിവായി കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ മുമ്പിൽ ഇബാദത്ത് ചെയ്യുന്നതിലേക്ക് നീ മാറിക്കൊണ്ടിരിക്കണം. വെറുതെ ഇരിക്കരുത്. ഒരു കർമ്മത്തിൽ നിന്ന് അടുത്ത കർമ്മത്തിലേക്ക് നീ നീങ്ങിക്കൊണ്ടിരിക്കണം. ഒരു മുസ്ലിം എപ്പോഴും കർമ്മോത്സുകനായിരിക്കണം. അവന് കർമ്മ നൈരന്തര്യമുണ്ടായിരിക്കണം. അവന്റെ കർമ്മങ്ങൾ ഇടമുറിയാതെ നടന്നുകൊണ്ടിരിക്കണമെന്നാണ് ഇസ്ലാം ഓരോ മുഅ്മിനിൽ നിന്നും ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണല്ലോ അൽ മുഅ്മിനുൽ ഖവിയ്യു ഖൈറുൻ വഅഹബ്ബു ഇലല്ലാഹി മിനൽ മുഅ്മിനിൽ ദഈഫ്. ഈമാനികമായ ആത്മീയമായ കരുത്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എന്ന് തന്നെയാണ് പ്രബലമായ അഭിപ്രായമെങ്കിലും കൂട്ടത്തിൽ പണ്ഡിതന്മാർ പറയുന്ന കാര്യമാണ് ശാരീരികമായ ക്ഷമത, ആരോഗ്യം. അതും ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്നുണ്ട്. കാരണം ശാരീരികമായി നല്ല ആരോഗ്യമുള്ള ചുറുചുറുക്കുള്ള ആളുകളിലൂടെ അവർക്കും മറ്റുള്ളവർക്കും ഒരുപാട് പ്രയോജനങ്ങൾ ഉണ്ടാകും. അവർ ആർക്കും ഭാരമായി മാറുകയില്ല. അതുകൊണ്ട് ദുർബലനായ മുഅ്മിനേക്കാൾ അവനാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമെന്ന്. ഇതിനർത്ഥം നമ്മൾ എപ്പോഴും പണി ചെയ്തുകൊണ്ടേയിരിക്കണം, പഠിച്ചുകൊണ്ടേയിരിക്കണം, ഒട്ടും സംസാരിക്കരുത്, തമാശ പറയരുത് എന്നല്ല. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമായുടെ ഒരു ഖൗല് കിതാബുകൾ നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹം ഇങ്ങനെ ഹദീസ് എടുക്കുമ്പോൾ, തഫ്സീർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദീർഘമായി കഴിഞ്ഞാൽ മടുപ്പ് അനുഭവപ്പെടുകയാണെങ്കിൽ അദ്ദേഹം പറയും, അഹ്മിദു, കുറച്ച് പുളിപ്പും കൂടി ആയിക്കോട്ടെ, എപ്പോഴും മധുരം മാത്രമാകണ്ട, കുറച്ച് പുളിപ്പുണ്ടായിക്കോട്ടെ എന്ന് പറഞ്ഞാൽ കുറച്ച് കവിതകളൊക്കെ പാടാം, അറബികളുടെ പഴയ ചരിത്രങ്ങളൊക്കെ നമുക്ക് അയവിറക്കാം എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല പറയുന്നു. ഈ രൂപത്തിൽ നമുക്കിങ്ങനെ കുറെ നേരം വായിച്ചു കഴിയുമ്പോൾ ഒരു മടുപ്പ്, വിരസതയൊക്കെ അനുഭവപ്പെടുകയാണെങ്കിൽ കുറച്ചൊക്കെ തമാശകൾ പറയുന്നതിന് കുഴപ്പമില്ല, കുറച്ചൊക്കെ സംസാരിക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷേ ഇത് മാത്രമായി പോകരുത്. എപ്പോഴും തമാശ പറച്ചിൽ മാത്രം, എപ്പോഴും കഥ പറച്ചിൽ മാത്രമാകുമ്പോൾ അതുകൊണ്ട് നമുക്കുണ്ടാകുന്ന നഷ്ടം ഒരിക്കലും നികത്താനാവാത്തതായിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു മുഅ്മിന് അലസതയോട് ഒരിക്കലും താല്പര്യം ഉണ്ടാകാൻ പാടില്ല. അലസതയോട്, മടിയോട് അവൻ ഒരിക്കലും രാജിയാകാൻ പാടില്ല എന്നൊരു നിർബന്ധത്തിന്റെ പേരിൽ അതിനുവേണ്ടി ഇസ്ലാം സ്വീകരിക്കുന്ന ഒരു ശൈലി, ഒരു മുഅ്മിന് അലസതയോട് വെറുപ്പുണ്ടാക്കാൻ വേണ്ടി ഇസ്ലാം സ്വീകരിച്ച രീതി, അതിനെ അലസതയെ ശൈത്താനുമായി ബന്ധിപ്പിക്കലാണ്. അത് ശൈത്താന്റെ ഭാഗത്താണ് എന്നാണ് അലസതയെക്കുറിച്ച് പരാമർശിക്കുന്നിടത്തൊക്കെ ഇസ്ലാം സ്വീകരിക്കുന്ന ശൈലി. നമുക്കറിയാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസാണ്, ഉറങ്ങിക്കഴിഞ്ഞാൽ ശൈത്താൻ ആ വ്യക്തിയുടെ തലയുടെ പുറകുവശത്ത് 3 കെട്ടുകളിടും. എന്നിട്ട് പറയും, ആ കെട്ടുകളിൽ ഇങ്ങനെ അടിച്ചുകൊണ്ട് പറയും, അലൈക ലൈലുൻ തവീൽ ഫർഖുദ്, ദീർഘമായ രാത്രിയാണ് നിന്നെ കാത്തിരിക്കുന്നത്, ഒട്ടും പേടിക്കണ്ട, ധൈര്യമായി കിടന്നുറങ്ങിക്കോ എന്ന് പറയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഫൈദസ്തൈഖള വദക്കറല്ലാഹ ഇൻ ഹല്ലത് ഉഖദ വഇദാ തവല്ല ഇൻ ഹല്ലത് ഉഖദ വഇദാ സ്വല്ല ഇൻ ഹല്ലത് ഉഖദ. അങ്ങനെ അവൻ എഴുന്നേറ്റ് അല്ലാഹുവിനെ സ്മരിച്ചു കഴിഞ്ഞാൽ, ദിക്ർ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കെട്ട് അഴിഞ്ഞു പോകും. പിന്നീട് അവൻ വുളൂ ചെയ്യുമ്പോൾ അടുത്ത കെട്ട് അഴിഞ്ഞു പോകും. പിന്നീട് അവൻ നിസ്കരിക്കുമ്പോൾ 3ാമത്തെ കെട്ടും അഴിഞ്ഞു പോകും. അങ്ങനെ അവൻ ഊർജ്ജസ്വലനായി, കർമ്മോത്സുകനായി, സമാധാനമുള്ള വ്യക്തിയായിട്ട് എഴുന്നേൽക്കും. അങ്ങനെ അല്ല എങ്കിൽ പിന്നീട് അവൻ മടിയനായി, അലസനായി, സംഘർഷഭരിതമായ മനസ്സോടുകൂടി, സമാധാനമില്ലാത്ത മനസ്സോടുകൂടി ആയിരിക്കും അവൻ എഴുന്നേൽക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു വ്യക്തി സുബ്ഹിക്ക് എഴുന്നേൽക്കാതെ കിടന്നുറങ്ങി നിസ്കാരം ഖളാ ആക്കിയതിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞപ്പോൾ തങ്ങൾ പറഞ്ഞു, ദാലിക റജുലുൻ ബാല ശൈത്വാനു ഫീ ഉദ്നി,
ശൈത്താൻ അവന്റെ ചെവിയിൽ മൂത്രമൊഴിച്ചതാണ്. അതാണ് അതിന്റെ കാരണം. എല്ലാത്തിനെയും ശൈത്താനിലേക്ക് ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു മുഅ്മിന് മടിയോട്, അലസതയോട് വെറുപ്പുണ്ടാക്കി തീർക്കുകയാണ്. എന്ന് മാത്രമല്ല, നമുക്കറിയാം, സാധാരണഗതിയിൽ കേൾക്കാറുള്ള ഹദീസാണ് അസ്സുബ്ഹതു തംനഉ റിസ്ക്. പ്രഭാത വേളകളിലെ ഉറക്കം റിസ്ക് തടയും. ആ സമയത്ത് ഉറങ്ങരുത്. അല്ലാഹുമ്മ ബാരിക് ലി ഉമ്മത്തി ഫി ബുകൂരിഹ. അല്ലാഹുവേ, എൻ്റെ സമുദായത്തിന് അവരുടെ പ്രഭാത വേളകളിൽ നീ ഐശ്വര്യം ചൊരിഞ്ഞു കൊടുക്കണേ എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദുആയാണ്. ആ സമയത്ത് ഉറങ്ങരുത് എന്ന് അസ്സുബ്ഹതു തംനഉ റിസ്ക്. ആ ഹദീസ് വളരെയധികം ദുർബലമായ ലഈഫ് ജിദ്ദയായ ഹദീസ് ആണെങ്കിലും അതിന്റെ ആശയം സ്ഥിരപ്പെട്ടതാണെന്ന് ഹാഫിദ് ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹിയെ പോലുള്ളവർ പറയുന്നുണ്ട്. കാരണം ആ സമയത്താണ് അള്ളാഹു റിസ്ക് വീതിക്കുന്നത്. റിസ്ക് എന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കും എന്താണോ ആവശ്യമുള്ളത് അതാണ് റിസ്ക്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇൽമാണ്, ഇൽമ് പഠിക്കാനുള്ള ആവേശമാണ്, ആഗ്രഹമാണ് നമ്മുടെ റിസ്ക്. അത് വീതിക്കപ്പെടുന്ന സമയമാണ് പ്രഭാത സമയം. ആ സമയത്ത് കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമ്മൾ മടിയന്മാരാകും. ആ ഉറക്കച്ചടവ് വൈകുന്നേരം വരെ നമ്മുടെ കൂടെ ഉണ്ടാകും. മഹാനായ അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹത്തിന്റെ മകൻ ഫദ്ൽ റളിയല്ലാഹു തആല അൻഹു ഈ സമയത്ത് കിടന്നുറങ്ങുന്നത് കണ്ടപ്പോൾ കാലുകൊണ്ട് ഇങ്ങനെ ചവിട്ടിയിട്ട് പറഞ്ഞു, ഫദ്ൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല റിസ്ക് വീതിക്കുന്ന സമയത്താണോ നീ കിടന്നുറങ്ങുന്നത്? അറബികൾ ഈ സമയത്തുള്ള ഉറക്കത്തെ കുറിച്ച് പറയുന്നത് നീ കേട്ടിട്ടില്ലേ? അദ്ദേഹം ചോദിച്ചു, എന്താണ് അറബികൾ പറയുന്നത്? അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഇന്നഹാ മക്സലത്തുൻ മഹ്റമത്തുൻ മൻസാത്തുൻ ലിൽ ഹാജ. 3 കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, അത് അലസത ഉണ്ടാക്കുന്നതാണ്, ഉന്മേഷം എടുത്തു കളയുന്നതാണ്. രണ്ടാമത്തത്, അകാല വാർദ്ധക്യം ഉണ്ടാക്കും. പ്രായമാകുന്നതിന് മുമ്പേ മനുഷ്യൻ വൃദ്ധനായി മാറും, തളർന്നു പോകും, അവന്റെ ശക്തികൾ ക്ഷയിച്ചു പോകും. മൻസഅത്തുൽ ലിൽ ഹാജ, അവന്റെ ആവശ്യങ്ങൾ ഇങ്ങനെ നീട്ടി നീട്ടി വെക്കും. ആവശ്യങ്ങളൊന്നും നിറവേറാതെ അതിങ്ങനെ നീണ്ടു പോകും. ഇതൊക്കെ രാവിലെ അതിന്റെ ദുഷ്ഫലങ്ങളാണ് എന്ന് മഹാനായ അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ രാവിലെ സമയങ്ങളിൽ ചലനാത്മകത പ്രകടിപ്പിക്കുക എന്നുള്ളത് പ്രകൃതിയുടെ താളമാണ്. നമ്മൾ കാണുന്നുണ്ടാവും, പക്ഷി ലതാദികൾ, മൃഗങ്ങളൊക്കെ രാവിലെ തന്നെ അന്നം തേടി ഇറങ്ങും. ലൗ അന്നകും തതവക്കലൂന അലല്ലാഹി ഹഖ്ക തവക്കുലി ലറസഖകും കമാ യർസുഖു തൈറ തഗ്ദൂ ഖിമാസൻ. വയറൊട്ടിയവരായിട്ട് പ്രഭാത സമയങ്ങളിൽ തന്നെ അവ ഇറങ്ങുകയാണ്. ആ സമയത്ത് നമ്മൾ കിടന്നുറങ്ങുകയാണെങ്കിൽ നമ്മുടെ പ്രധാന ദൗത്യമായ പഠനത്തിൽ, വായനയിൽ നമ്മൾ ചെലവഴിക്കുന്നില്ല എങ്കിൽ സ്വാഭാവികമായിട്ടും പിന്നെ നമ്മൾ മറ്റാരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. അത് നമ്മുടെ തന്നെ കർമ്മഫലമാണ്. അതുകൊണ്ട് സാധാരണ പറയാറുണ്ട്, മൻ അറാദ സിയാദ ഫഅലൈഹി ബിതർക്കിൽ വിസാദ. മൻ അറാദ സിയാദ ഫഅലൈഹി ബിതർക്കിൽ വിസാദ. ആര് നേതൃത്വം ആഗ്രഹിക്കുന്നു, സമൂഹത്തിന് മുന്നിൽ നിന്ന് വഴി കാണിക്കണമെന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഫഅലൈഹി ബിതർക്കിൽ വിസാദ, അവൻ പിന്നെ തലയിണക്ക് മാറ്റി വെച്ചേക്കണം, അവൻ ഉറക്കം ഒഴിവാക്കണം. ലൈസ അഖുൽ ഹാജാതി മൻ ബാത നായിമ വലാകിൻ അഖൂഹാ മൻ യബീതു അലാ വജൽ. ആവശ്യങ്ങളുള്ളവൻ ഒരിക്കലും കിടന്നുറങ്ങൂല. ലക്ഷ്യബോധമുള്ളവൻ ഒരിക്കലും കിടന്നുറങ്ങൂല. ഈ ലക്ഷ്യബോധങ്ങളുള്ളവർ കിടന്നുറങ്ങുന്നത് ഉറക്കം മുറുകാത്ത അവസ്ഥയിലായിരിക്കും, ഒരു സമാധാനമില്ലാത്ത അവസ്ഥയിലായിരിക്കും. എത്രയും പെട്ടെന്ന് എഴുന്നേറ്റ് വീണ്ടും കർമ്മനിരതനാകണം എന്നൊരു ചിന്തയിലായിരിക്കും അവൻ കിടന്നുറങ്ങുന്നത് എന്ന് സാധാരണഗതിയിൽ ഒരു ബൈത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഇതുപോലെ പ്രത്യേകം വിദ്യാർത്ഥികളോട് ഇബ്നുൽ വർദി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, വത്തുലുബിൽ ഇൽമ വലാ തക്സൽ ഫമാ അബ്അദൽ ഖൈറ അലാ അഹ്ലിൽ കസൽ. നീ ഇൽമു തേടണം, നിനക്കൊരിക്കലും അലസത ബാധിക്കരുത്. കാരണം മടിയന്മാരെ സംബന്ധിച്ചിടത്തോളം ഖൈറുകൾ അവർക്ക് അപ്രാപ്യമാണ്. അവർക്ക് കിട്ടുക എന്നുള്ളത് വളരെ ബഈദായ കാര്യമാണെന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നിന്ന് പൂർണ്ണമായി അലസത മാറ്റിവെക്കാൻ, മടി വെടിഞ്ഞുകൊണ്ടുള്ള ഒരു ജീവിതം, ഒരു പൊതുജീവിതത്തിന് ഈ നവവത്സരത്തിൽ നാം തുടക്കം വേണം. പ്രത്യേകിച്ച് ഹിജ്റ കൂടെ അനുസ്മരിക്കപ്പെടുന്ന സന്ദർഭമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചരിത്ര പ്രസിദ്ധമായ ഹിജ്റ, അത്തരത്തിലുള്ള പ്രതീകാത്മകമായ ഹിജ്റകൾ നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകണം. മടിയിൽ നിന്ന് ഉന്മേഷത്തിലേക്ക്, അലസതയിൽ നിന്ന് ഉത്സാഹത്തിലേക്ക്, നിരാശകളിൽ നിന്ന് പ്രതീക്ഷകളിലേക്ക്, അലസതകളിൽ നിന്ന് ആവേശങ്ങളിലേക്ക് ഉള്ള ഹിജ്റ നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പുതു ഊർജം ആർജിച്ചുകൊണ്ട് മുന്നോട്ട് ഗമിക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.